കുഞ്ഞമ്മയെ മനഃപൂർവ്വം വിളിക്കാത്തല്ലോ. ആ തിരക്കായതുകൊണ്ടല്ലേ. എന്താ അവിടെ എന്താ ചേച്ചിക്ക് പറ്റി? ചേച്ചിക്ക് എന്താ പറ്റി? അമ്മയ്ക്ക് എന്ത് പറ്റാൻ? ആ ആശുപത്രി പോയതോ? ആ പതിവ് മുട്ടുവേന. വേറെന്താ? എന്നിട്ട് അപ്പൊ കനയിൽ ലീവ് എടുത്തോ? ലീവ് ഒന്നും എടുത്തില്ല. ആശുപത്രി പോയി വന്നിട്ട് ഇതേ പോവും. വന്നില്ലേ സാരഥി? എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ വരും. അപ്പൊ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഞാനിങ്ങോട്ട് വന്നോഴി അമ്മാവനെ കണ്ടോണ്ട് കയറ്റി കൊണ്ടുവന്നാണ്. അവിടെ ഇനി ഹോസ്പിറ്റലിലെ തിരക്കാണെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് ജോലിക്ക് പോകാൻ സമയണ്ട. ഈ തങ്കത്തിന് കൂടെ പോയാൽ മതിയായിരുന്നില്ലേ? അതെങ്ങനെ? ക്ലീറ്റോ ചേട്ടന് പനിയല്ലേ? എന്ത് ക്ലീറ്റോ ചേട്ടന് പനി? എന്താണ് അവൻ വെറുതെ ഓരോന്ന് അഭിനയിച്ച് കിടക്കുക അവളെ പറ്റിച്ചിട്ട് ഓരോന്ന്. അല്ലമ്മാവാ, നാത്തൂന് അവിടെ തുളസിയിലൊക്കെ ഇട്ട് പിന്നെ വെള്ളം തിളപ്പിക്കല, ആവി പിടിക്കല, ഭയങ്കര പരിപാടിയാ. ഇവനെ ആ തുളസിക്ക് പനി പിടിക്കാൻ മതിയായിരുന്നു. ചായ പിടിക്കാ. ഇനി അവൻ ഇത്ര ഈ കള്ളത്തരം മുഴുവൻ ചെയ്യുന്ന കേട്ടിട്ട് ഈ പെണ്ണ അവന്റെ താളത്തിനൊത്ത് തുള്ളേണ്ട വല്ല ആവശ്യമുണ്ടാ? വെറുതെ കള്ളത്തരം കാണിച്ചു കിടക്കണേ. പനി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊടുന്നു കൊടുക്കുമല്ലോ. ഇപ്പൊ എത്ര കാലമായിട്ട് പറയണത് ഇതൊക്കെ തന്നെ. ഞാനും തങ്കത്തിന് കൂടി ഒന്ന് കാണാനായിട്ടാ വന്നേ. ഞാൻ അവൻ പാലേ പോയാലെങ്കിലും നന്നാവുന്ന കരുതി. അവിടെയും ചെന്നിട്ട് 10 വയസ്സ് ഗുണമുണ്ടാവേണ്ട കുറച്ച് ദിവസം അവരുടെ തെറിയും കേട്ട് നിന്നിട്ട് ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽ വന്നേ. നേരാവില്ലെന്നവൻ. എനിക്കൊന്നും കേൾക്കണ്ട അവന്റെ കാര്യം. ക്ലീറ്റസിനെ നന്നാക്കാൻ നടക്കണം. എടാ അതല്ലടാ, ഇവിടെ ഇപ്പൊ ഇവിടായിട്ട് 1-2 പറഞ്ഞ് തെറ്റിയിട്ട് ഒരു ദിവസം ബാഗൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വന്നു. ഞാൻ വയ്യാണ്ട കിടക്കുകയാണല്ലോ. എന്നാ 2 ദിവസം എനിക്കൊരാളായിക്കോട്ടെ വെച്ചിട്ട് നിർത്തിയപ്പോ ഇവൻ അവിടുന്ന് തൊട്ടടുത്തൊരു ബ്രോക്കറെയൊക്കെ കണ്ടിട്ട് ഈ സ്ഥലത്തിനും വീടിനൊക്കെ എന്ത് വിലയാവും, നമുക്ക് അടുത്തന്നെ ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞേക്കണേ. 2 ദിവസം കൊണ്ട് ഞാനങ്ങനെ തട്ടിപ്പോയാൽ അത് ചുളിവിൽ വിൽക്കാലോ. ഇപ്പൊ ബ്രോക്കർമാരെ തട്ടി തറഞ്ഞിട്ട് എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ വയ്യാന്ന്. ശരി. അതെ, കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ. അല്ല ഞാൻ പറയാ അവനെ ചായ കുടിക്കാ. ഒരു ഉപകാരം ഇല്ലാത്ത കാര്യം ഇവിടെ നിന്ന് പറഞ്ഞിട്ട് എന്തിനാ? എന്നാ ചായ എടുക്ക്. ചായ ഇരട്ടെ? പിന്നെ തരണ്ടേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താ, നീ എന്നെയും കൂട്ടിട്ട് നേരെ ആസ്പത്രിയിലേക്ക് വാ. എന്നിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് നിന്നിട്ട് നീ വേണേ കനേനും കൊണ്ട് ഓഫീസിലേക്ക് പോകോ. എന്നാ ഞാൻ ഈ ഫാമിലിയുടെ ഡ്രൈവറാ. അല്ല അവൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് KCB-ലേക്ക് പോവാ. അമ്മാവൻ ഇനി പെങ്ങളൊക്കെ ആണെങ്കിൽ ഓട്ടോ വിളിച്ച് പോ. ഇങ്ങനെ ഒരു പിസ്കൻ ഇവിടുന്ന് ആസ്പത്രി പോണേ വല്ല എണ്ണ വേണം കഴിച്ചാൽ ഞാൻ മേടിച്ചാലേ വേണം. അക്രമം കാണിച്ചാലോ? പോലീസിനെ വിളിച്ചാലോ? പോലീസിനെ വിളിക്കേണ്ടെന്ന് കനകനെ വിളിക്കടാ. നീ അങ്ങനെ എടുത്ത് ക്ലീറ്റസിനെ വിളിച്ചാലോ? അവിടെ ഇല്ലേ?
വേണ്ട 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 കള്ളനാണ്. എന്തേ കാണിക്കുന്നത്? വേണ്ടെന്ന്. അമ്മാവ വല്ല അയ്യോ ഒരു പടി എന്തെങ്കിലും അന്ന് അമ്മാവൻ തുറക്ക്. ഓ ഇല്ല. അമ്മാവ വല്ല ഉപദ്രവിക്കും. സ്വന്തം വീട്ടിലെ നീയാ? എടാ നീ എങ്ങനെയാണ് നിന്റെ അകത്ത് വന്ന്? ഞാൻ അവിടെ ഇരുന്നില്ലേ ആവി പിടിച്ചേ. ആവി പിടിക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ ഇരുത്തിയ മനുഷ്യനത്. പിന്നെ എങ്ങനെ ഇവിടെ എത്തി? ക്ലീറ്റോ ചേട്ടാ എപ്പോഴും ഇങ്ങോട്ട് വന്നേന്ന്. ഇവിടെ വന്നു ഇവിടെ തന്നെയല്ലേ? ഞാൻ വന്നതല്ല, ക്ലീറ്റോ ചേട്ടൻ എങ്ങോട്ട് വന്നേ? അതെ പനി കൂടിയതിന്റെ പിച്ചും പേയും കുഴപ്പമുണ്ടാ? ഡോക്ടർ എടുത്തോണ്ട് നമുക്ക് എന്താന്നേ പനി പോയി. അല്ല അമ്മാവ ഇതെങ്ങനെ ഇവിടെ വന്നേന്ന് എനിക്ക് മനസ്സിലാവേ. പനി തലക്കടിച്ചു കഴിഞ്ഞാലേ ചിലപ്പോ അങ്ങനെ പറ്റും. ഞാൻ പോയി സാരി മാറ്റിട്ട് വരാം. ആശുപത്രി പോകാൻ ആശുപത്രി തള്ളി പിടിച്ചത് ആര്? അത് നല്ല ബലം ഉണ്ടായല്ലോ. അത് കഥ പൂട്ടി നിങ്ങളല്ലേ പൂട്ടിയേ അല്ലേ? അതെ ഞാൻ കൂട്ടിയില്ല. ഇത് അകത്ത് പോയി ഡ്രസ് മാറി നമുക്ക് ഡോക്ടർ അടുത്ത് പോവാ. ഞാനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ. എന്നെ അമ്മാവൻ മിണ്ടായിരിക്കും. കനകരെന്ന് വിളിച്ചാ ആശ്വാസമുണ്ട്. വെള്ളം വല്ലതും വേണോ? ഒന്നും വേണ്ട. അല്ല വന്ന് ഇതാവട്ടെ, നമുക്ക് കനകനെ വിളിച്ചിട്ട് എന്താ വിളിക്കുക ചെയ്യാം. അയ്യോ ഓ ഓ പനി 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 ആവി പിടിക്കണം. Alien versus Alien.